അസ്സലാമു നമ്മൾ കുറച്ച് കാലമായിട്ട് കൂടാൻ സാധിച്ചില്ല. 1-2 പ്രശ്നങ്ങളും ഒരു പ്രാവശ്യം ഞാൻ മറന്നൊക്കെ പോയി. ഇൻഷാ അല്ലാഹ് നമ്മളുടെ അടുത്ത സെഷൻ ഇന്ന് തുടങ്ങുകയാണ്. പ്രസന്റേഷന് വേണ്ടിയിട്ട് കർഷൻ സാഹിബിന് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. നമ്മള് കുറച്ച് ദിവസമായിരുന്നല്ലോ, ഒരു മാസത്തോളായിരുന്നു നമ്മുടെ ഈ ക്ലാസ് നടന്നിട്ട്. അപ്പോ നമ്മള് ഗ്രീക്ക് ഫിലോസഫിയുടെ വളരെ ഒട്ടനവധി വശങ്ങളുണ്ട് ഫിലോസഫി ഓഫ് സയൻസില്. അതില് ഇന്ന് നമ്മള് കുറച്ച് ഈ ഒരു എലിമെന്റ്സ് അല്ലെങ്കിൽ ഒരു പ്രൈമൽ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളുടെയും ഒരു മൂലകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് എന്ത്, വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഫണ്ടമെന്റൽ സബ്സ്റ്റൻസ്, അതിന് ആർക്കി എന്നൊക്കെ പറയാം. ആർക്കി എന്ന് പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചാൽ കാണാൻ പറ്റൂ. അത് ഗ്രീക്ക് സയൻസിൽ ആദ്യം ഉത്ഭവിച്ച ആശയങ്ങളിലൊന്നാണ്. നമുക്കറിയാം ഈ ആശയങ്ങൾ ഇന്നും വ്യത്യസ്ത ശാസ്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് മാറിയിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കെമിസ്ട്രിയോ ഫിസിക്സോ അതിലെല്ലാം തന്നെ ഒരു ഫണ്ടമെന്റൽ എലിമെന്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സബ്സ്റ്റൻസസ് ഓഫ് മാറ്റർ, അതൊരു ഫിസിക്കൽ സെൻസിലാണെങ്കിലും അത് കണ്ടെത്താനുള്ള ഒരു ശ്രമം നമ്മളുടെ ശാസ്ത്രങ്ങളിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ സൈക്കോ അനാലിസിസിലൊക്കെയാണ് ആർക്കിടൈപ്സിനെ കുറിച്ചിട്ടുള്ള സംഗതികളും. വളരെ ഫണ്ടമെന്റലായ എലിമെന്റ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് എന്താണെന്ന ഒരു ആശയത്തെ ശാസ്ത്രത്തിന്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്നതായിട്ട് കാണപ്പെടുന്ന ഒരു കാലഘട്ടം ഈ മിലേറ്റസിലെ ഫിസിസ്റ്റുകളുടെ അടുക്കലാണ്. തെയിൽസ്, അനാക്സിമാൻഡർ, അനാക്സിമെനസ്, എംപിഡോക്ലിസ് തുടങ്ങിയിട്ട് 600 BC, 500 BC, അങ്ങനെ 300, 200 BC ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച വ്യത്യസ്ത ഫിലോസഫേഴ്സ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ഇവരൊക്കെ ഈ ഒരു പർട്ടിക്കുലർ സംഗതിയിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ആർക്കി അല്ലെങ്കിൽ ആർക്കെ, ARCHE എന്നൊരു വാക്കാണ് അവരതിനെ കുറിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഒരു മിനിറ്റ്. ഒരു ക്ലാസ്സില്ല, പിന്നെ വിളിക്കാം. അപ്പൊ അതില് തെയിൽസിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഫിലോസഫർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളായിട്ടാണ് തെയിൽസിനെ കുറിച്ച് പറയാറുള്ളത്. ആദ്യത്തെ ഫിലോസഫറായിട്ടും സയന്റിസ്റ്റ് ആയിട്ടും ഒക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് ഒരു ഫണ്ടമെന്റൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വാട്ടർ, വെള്ളമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അത് വെറുതെ ഒരു ഇത് പറയല്ല, പ്രപഞ്ചത്തിലുള്ള പല സംഗതികളെ നിരീക്ഷിച്ചിട്ട് വെള്ളത്തെ കുറിച്ചിട്ട് പറയണം. അപ്പൊ ഖുർആനിൽ തന്നെ പറഞ്ഞല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സംഗതികളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ രീതിയിൽ എന്താണ് അദ്ദേഹം കണ്ടെത്തിയത് വെള്ളത്തെയാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആയിട്ട്. നമ്മൾ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് ഒരു വളരെ ലിമിറ്റഡ് ആയ ഒരു സെൻസിൽ മനസ്സിലാക്കിയതുപോലെ തന്നെ ആവണമെന്നില്ല അവരെങ്ങനെയാണോ വെള്ളത്തെ കണ്ടത് എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇന്ന് എല്ലാത്തിനെയും കാണുന്നത് പോലെയല്ല മുമ്പ് ആളുകൾ കണ്ടിരുന്നത്. മനുഷ്യനാണെന്നുണ്ടെങ്കിലും
വായു ആണെന്നുണ്ടെങ്കിലും വെള്ളമാണെന്നുണ്ടെങ്കിലും ഭൂമിയാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനെ കുറിച്ചുള്ള നമ്മളുടെ പെർസെപ്ഷൻസ് ഓരോ കാലഘട്ടത്തിലും മാറും. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ പെർസെപ്ഷൻസ് മാറുന്ന സന്ദർഭത്തില് നമ്മൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയ ഒരു പെർസെപ്ഷൻ ആണ് പിന്നീട് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെ പറയാമല്ല. കാരണം ഏതൊരു കാര്യത്തെ കുറിച്ചുള്ള നമ്മളുടെ പെർസെപ്ഷന് അത് ശരിയാണെന്ന് നിർണയിക്കുന്നത് അതിന്റെ ഫിസിക്കലായ ഒബ്ജക്ടിവിറ്റി മാത്രമല്ല, ഭൗതിക മാത്രമായ അതിന്റെ ഒരു വസ്തുനിഷ്ഠത മാത്രമല്ല, അതിനപ്പുറമുള്ള കുറെ തലങ്ങളുണ്ട്. ഉദാഹരണത്തിന് മനുഷ്യനെ നമ്മൾ ഒരു ശരീരം മാത്രമായിട്ട് കാണുകയാണെങ്കിലോ നമുക്കറിയാലോ അത് ശരിയല്ല കാഴ്ചപ്പാട്. ശരീരം മാത്രമായിട്ട് അതിന് നടക്കുന്ന ഫിസിക്കലും കെമിക്കലുമായ പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സുകളുടെ ഫലമായി ഉണ്ടായിത്തീരുന്ന കാര്യമാണ് മനുഷ്യന്റെ ചിന്ത, വികാരം, ജീവന് എന്നൊക്കെ രീതിയിൽ അതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. ഇന്ന് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൽ തന്നെ ഇന്റലിജന്റ് ഡിസൈൻഡ് ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇന്റലിജന്റ് ഡിസൈൻ അത് കോംപ്ലക്സിറ്റിയെ കുറിച്ചാണ്. അതായത് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളുടെ കോംപ്ലക്സിറ്റി എക്സാമിൻ ചെയ്തിട്ട് പിന്നെ ഒരു ഹൗ എന്നുള്ള ഒരു ചോദ്യത്തിന് പിന്നെ എങ്ങനെയാണ് ഇവയെല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് റിയാക്ട് ചെയ്തുകൊണ്ട് സംഗതികൾ ഉണ്ടാവുന്നു എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. എങ്ങനെയാണ് വ്യത്യസ്ത ആറ്റംസും മോളിക്യൂൾസും അതുപോലെ തന്നെ ഭൗതികമായ വസ്തുക്കൾ പരസ്പരം ഇന്ററാക്ട് ചെയ്തുകൊണ്ട് എല്ലാ പ്രതിഭാസങ്ങളും ഉണ്ടാവുന്നത് എന്ന ഒരു പഠനമാണല്ലോ ആധുനിക ശാസ്ത്രം നടത്തുന്നത്. പക്ഷേ കോംപ്ലക്സിറ്റിയെ കുറിച്ചുള്ള തിയറീസ് പ്രൂവ് ചെയ്യുന്നത് ആ രീതിയിലുള്ള പരസ്പരം എങ്ങനെ കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന ഹൗ എങ്ങനെ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിന് എന്താണ് പലതിന്റെയും കോംപ്ലക്സിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല എന്നുള്ളതിൽ നിന്ന് ഒരു ഇന്റലിജന്റ് ഡിസൈൻ എന്ന് പറയുന്ന ആശയം ഉയർന്നു വരുന്നുണ്ട്. അതായത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ഡിസൈനിൽ നിന്നാണ് എല്ലാ വസ്തുക്കളും ഉണ്ടായത് എന്നാണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു ഹാർഡ് കോർ സയൻസിന്റെ ആളുകളുടെ ഒരു ഇന്റലിജന്റ് ഡിസൈനിന്റെ ആശയത്തെ സ്യൂഡോ സയന്റിഫിക് എന്നാണ് പറയാ. അപ്പം നമ്മളിപ്പോ റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില ഇന്നഫി ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ നമ്മൾ പറയുമ്പോൾ അപ്പൊ അതില് തീർച്ചയായും ആയാത്തിൽ ഉലിൽ അൽബാ റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, റബ്ബേ നീ ഇവയെ എന്താണ് ബാത്തിലായിട്ട് വ്യർത്ഥമായ അർത്ഥശൂന്യമായി സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു ടീലിയോളജിക്കലായ ഒരു കാഴ്ചപ്പാട് വെക്കാണ്. കൃത്യമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്നൊരു കാഴ്ചപ്പാട്. പ്രത്യേകിച്ചിട്ട് പ്ലാറ്റോ, അരിസ്റ്റോട്ടിലൊക്കെ ആ ഒരു കാഴ്ചപ്പാടാണ് എത്തിയത്. ശരിക്കും തന്നെ ഗ്രീക്ക് ഫിലോസഫിയുടെ സയൻസിന്റെ ഫിലോസഫിയിലെ ഏറ്റവും പിന്നെ അതിന്റെ ഒരു കൾമിനേഷൻ പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു അർത്ഥത്തിലുള്ള ആ ഒരു ടീലിയോളജിക്കലായ കാഴ്ചപ്പാടാണ്. എന്തിനു വേണ്ടി, വൈ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. പക്ഷെ അതിനെ നമ്മുടെ ഇന്നത്തെ ഒരു മോഡേൺ സയൻസിൽ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിനെ സ്യൂഡോ സയന്റിഫിക് എന്നാണ് അവർ കാണുന്നത്. അതാണ് നമ്മുടെ മോഡേൺ സയൻസിന്റെ ഒരു പ്രോബ്ലം. അതാണ് ആ ഒരു സംഗതി അത് ഒഴിവാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പിന്നെ അത് ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞാൽ അത് വോട്ട് എവർ ഇറ്റ് ഈസ് നമ്മളുടെ വിഷയത്തിലേക്ക് പോവാ. അപ്പോ അതിൽ നിന്ന് പിന്നെ അനാക്സിമാൻഡർ അദ്ദേഹത്തിന്റെ സംഗതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം എപ്പീറോൺ എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് ഫണ്ടമെന്റൽ സബ്സ്റ്റൻസ് ആയിട്ട് കാണുന്നത്. അതിന് എപ്പിറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൗണ്ട്ലെസ്, അതിരുകളില്ലാത്ത എന്നൊരർത്ഥമാണ് അതിനുണ്ടാകുന്നത്. അതൊരു ഫിസിക്കലായ ഒരു കാര്യമായിട്ട് അതിന് നമുക്ക് പറയാൻ പറ്റില്ല. ഫിസിക്കലായ സാധനങ്ങൾക്കുള്ള ഒരു ടാഞ്ചിബിലിറ്റി, തൊട്ടാൽ അറിയുന്ന ഒരു നിർണിതമായ ഒരു ഡിറ്റർമിൻഡ് ആയ ഒരവസ്ഥകളൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതൊരു ഫിസിക്കൽ എന്നതിനേക്കാളേറെ ഒരു മെറ്റാഫിസിക്കൽ ഡയമെൻഷൻസ് ഈ വെള്ളത്തെ കുറിച്ച് പറഞ്ഞതിലും അതുപോലെ തന്നെ ഈ എപ്പിറോണിനെ കുറിച്ച് പറഞ്ഞതിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അനാക്സിമാൻഡർ തന്നെ പറഞ്ഞ ഒരു സംഭവമാണ് പിന്നെ ഏതൊരു സന്ദർഭത്തിനാണ് ഒട്ടനവധി ലോകങ്ങൾ തന്നെ ഒരു ഇൻഫൈനൈറ്റിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഉണ്ടായിത്തീരുന്നു എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫിസിക്കൽ എന്നൊരു അർത്ഥത്തിൽ മാത്രം നമുക്ക് അതിനെ ഒതുക്കാൻ പറ്റുന്നില്ല എന്ന് കാണാൻ പറ്റും. അതിനുശേഷം വന്ന അനാക്സിമെനസിന്റെ സംഗതികളാണെങ്കിൽ അദ്ദേഹം ഇന്ന് നമ്മൾ ന്യൂമാറ്റിക്സ് ഒക്കെ എന്നാണ് ഫിസിക്സിലെ ഒരു ശാഖയാണല്ലോ. ന്യൂമ എന്ന് പറഞ്ഞാൽ എയർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ എന്നത് ഇനി നമ്മൾ ന്യൂമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് വളരെ ഭൗതിക മാത്രമായ ഒരു എയറിനെയാണ് കാണുന്നത്. പക്ഷെ ന്യൂമ എന്ന് പറയുമ്പോൾ ബ്രീത്ത് എന്നൊരാശയം അതിലുണ്ട്. ഒരു സ്പിരിച്വലായ ഒരു കൊനോട്ടേഷൻ ഉണ്ട്. നമുക്കറിയാം നഫഖ ഫീഹി മിർ റൂഹിഹി എന്നൊക്കെ പറയുമ്പോൾ
അള്ളാഹുവിന്റെ ഒരു ഷെയ്ഖ് ഇബ്നു അറബിയുടെ ഇതിലൊക്കെ തസവുഫിന്റെ ഒക്കെ സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ ബ്രീത്തിലൂടെയാണ് എന്തുണ്ടാകുന്നത്, ലോകം ഉണ്ടാവുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ബ്രീത്ത് എയർ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരു ഫിസിക്കൽ അല്ല, അതിനപ്പുറമുള്ള മെറ്റാഫിസിക്കൽ സെൻസ് ആ ഒരു കാര്യത്തിന് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ എലിമെന്റ്സ് എന്ന് പറയുന്ന സാധനം അത് ഫിസിക്കൽ ആണോ അല്ലെങ്കിൽ ബിയോണ്ട് ഫിസിക്കൽ ആണോ എന്ന ഒരു സംഗതി, അത് ഇന്നും അതൊരു സോൾവ് ചെയ്യപ്പെടാത്തൊരു ചോദ്യമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, കുറെ പോയിന്റുകളുടെ ഒരു കൂട്ടത്തിന് ഒരിക്കലും ഒരു ലൈനിന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ലൈബ്നിസ് ഒക്കെ വിശ്വസിച്ച ഒരു കാര്യം അതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻഫിനിറ്റസിമൽ എന്ന ഒരു ആശയത്തെ ഈ നമ്മളുടെ കാൽക്കുലസിലൊക്കെ ഉപയോഗിക്കുന്ന, അതിനൊക്കെ ഡിഫൈൻ ചെയ്യുന്നതിൽ കുറെ അവ്യക്തതകളുണ്ട്. കുറെ പോയിന്റ്സ് കൂടിയാലും ഒരു ലൈൻ ആവില്ല എന്നുള്ളതൊക്കെ നമ്മളുടെ സെനോസ് പാരഡോക്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഒരു തലം അതാണ്. എന്തായാലും പിന്നെ നമുക്കറിയാമല്ലോ ഐഡിയലായ ജിയോമെട്രിക് ഫോംസ്, ഉദാഹരണം ലൈന്, ഒരു ഐഡിയലായ ലൈന് അല്ലെങ്കിൽ ഒരു സർക്കിള് അല്ലെങ്കിൽ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഏതൊരു ജിയോമെട്രിക്കൽ ഫിഗറും, ഈവൻ ഒരു 3D ഒരു സോളിഡ്, ഒരു ടെട്രാഹെഡ്രൺ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊന്നും തന്നെ നമുക്ക് എന്താണ്, അതൊന്നും നമുക്കൊരു ഫിസിക്കൽ വേൾഡിൽ നമുക്ക് അതിനെ കാണാൻ പറ്റൂല, അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതിന് ആ ഒരു അർത്ഥത്തിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ഐഡിയൽ ഫോംസിന്റെ ഒരു പ്രോബ്ലം യഥാർത്ഥത്തിൽ ഇതിലുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അനാക്സിമിനസ് പറഞ്ഞ വേറൊരു സംഭവം എന്ന് പറഞ്ഞാല്, ഒരു ആർക്കി അദ്ദേഹം കൊണ്ടുവന്നു. ന്യൂമ എന്ന് പറയുന്ന ഒരു ആർക്കിനെ, ബ്രീത്ത് അല്ലെങ്കിൽ എയർ എന്ന് പറയുന്ന ഒരു ആർക്കിനെ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോ അതോടൊപ്പം അദ്ദേഹം ചെയ്തെന്ന് പറഞ്ഞാല് എന്തൊരു പ്രോസസ്സിലൂടെയാണ് ഈ ആർക്കിയിൽ നിന്ന് പിന്നെ പല സംഗതികളും ഉണ്ടായിത്തീരുന്നത് എന്ന ഒരർത്ഥത്തിലുള്ള ആശയത്തെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതൊരു ഫണ്ടമെന്റൽ സബ്സ്റ്റൻസിന്റെ ആശയത്തോടൊപ്പം തന്നെയാണ് ആ ഫണ്ടമെന്റൽ സബ്സ്റ്റൻസിന് ഉണ്ടായിത്തീരുന്ന മാറ്റങ്ങൾ, അവയുടെ മോഷൻ, അവയുടെ ചലനം എന്ന് പറയുന്ന ഒരു ആശയത്തെയും നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതും ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണല്ലോ, മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ്. അതിലൂടെയുള്ള ഒരു പ്രോസസ്സസ് ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാല് പിന്നെ ഒരു സംഭവമാണ്, ന്യൂമ ഡിഫേഴ്സ് ഇൻ റാരിറ്റി ആൻഡ് ഡെൻസിറ്റി അക്കോർഡിംഗ് ടു ദ ഡിഫറെന്റ് സബ്സ്റ്റൻസസ്. അപ്പോൾ ഓരോ വ്യത്യസ്ത സബ്സ്റ്റൻസസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂമ എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ സബ്സ്റ്റൻസ് എത്രത്തോളം അതിന്റെ സാന്ദ്രത കൂടിയതാണോ കുറഞ്ഞതാണോ എന്നതിന്റെ റാരിറ്റി എന്ന് പറഞ്ഞ സാന്ദ്രത കുറഞ്ഞ അവസ്ഥയാണല്ലോ, ഡെൻസിറ്റി എന്ന് പറഞ്ഞ സാന്ദ്രത കൂടിയ ഒരവസ്ഥ. ആ ഒരു വ്യത്യാസം അനുസരിച്ചിട്ടാണ് വ്യത്യസ്ത പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയാണ്ട്. വളരെ സാന്ദ്രത കുറഞ്ഞൊരവസ്ഥയിലാകുമ്പോൾ അതെന്താവും, ഫയർ ആവും. കുറച്ചും കൂടി സാന്ദ്രത കൂടുമ്പോൾ എന്താവും, അത് കനപ്പെട്ട് വരുമ്പോൾ അത് കാറ്റായി, പിന്നെ അതിനേക്കാളും സാന്ദ്രത കൂടുമ്പോൾ അത് മേഘമായി, വീണ്ടും സാന്ദ്രത കൂടുമ്പോൾ അത് വെള്ളമായി, പിന്നെയും സാന്ദ്രത കൂടുമ്പോൾ അത് ഭൂമിയായി, മണ്ണായി, കല്ലുകളായി, അങ്ങനെ ഇതായിത്തീരുന്നു. അപ്പൊ ആ രീതിയിലുള്ള റാരിഫാക്ഷന്, പിന്നെ അതുപോലെ തന്നെ കണ്ടൻസേഷൻ എന്ന രീതിയിൽ ന്യൂമേ എന്താണ് ഈ രണ്ട് ആശയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് അതിലൂടെ എന്താണ് വ്യത്യസ്ത സബ്സ്റ്റൻസസ് ഉണ്ടായിത്തീരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരാശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇതിലൊക്കെയുള്ള ചില ഫണ്ടമെന്റൽ ഐഡിയാസ് വളരെ റെലവെന്റ് ആണ്, നമുക്ക് എല്ലാ ആളുകൾക്ക് ഇപ്പോൾ അറിയാലോ. എന്തായാലും അതോടൊപ്പം ഈ ഒരു പ്രപഞ്ച സംവിധാനം ഉടനീളം ഇങ്ങനെ സ്ഥായിയായി നിലനിൽക്കുന്നതിൽ എന്താണ്, അതിൻ്റെ ഉള്ളിൽ ഈ അർത്ഥത്തിലുള്ള റാരിഫാക്ഷന്റെയും ഡെൻസിഫിക്കേഷന്റെ ഒക്കെ തന്നെ ഒരു എറ്റേണൽ മോഷൻ, ഈ സംഗതി എന്താണ്, ഈ പ്രപഞ്ചങ്ങൾ നിലനിൽക്കുന്നില്ല, അതിലുണ്ടായിത്തീരുന്ന പരിവർത്തനങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു സംഗതിയും പറയുന്നുണ്ട്. എറ്റേണൽ മോഷൻ തന്നെ നമുക്കത്ര അന്യമായ ഒരു ആശയമൊന്നുമല്ല. വശംസുത ജിലീലി മുസ്തഖൽ, ഈ എറ്റേണൽ എന്ന് പറയുമ്പോൾ പറഞ്ഞാല്, എറ്റേണൽ മോഷൻ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഒരിക്കലും അവസാനിക്കാത്തത് എന്ന് നമ്മള്, എറ്റേണൽ എന്നതും പിന്നെ വേറൊരു ആശയമുണ്ട്, എറ്റേണലും പെർപ്പച്വൽ ആണ്. ഇവിടെ എറ്റേണൽ അല്ല, പെർപ്പച്വലും എറ്റേണലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എറ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംതിങ് ബിയോണ്ട് ടൈം ആയതിനാണ്. ഇവിടെ എറ്റേണൽ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല, പെർപ്പച്വൽ എന്നുള്ള അർത്ഥത്തിലായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ പ്രോബ്ലം ആവാൻ സാധ്യത. എറ്റേണൽ പെർപ്പച്വൽ തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ഇൻഫൈനൈറ്റും ഇൻഡെഫിനിറ്റും തമ്മിലുള്ള ഡിഫറൻസ് പോലെ തന്നെ എറ്റേണലും പെർപ്പച്വലായ സംഗതികൾ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. എറ്റേണൽ തന്നെ ബിയോണ്ട് ടൈമാണ്. പെർപ്പച്വൽ എന്ന് പറഞ്ഞാൽ ടൈമിൽ ഇങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് വീണ്ടും വീണ്ടും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള പെർപ്പച്വലായ സംഗതി നമുക്ക് കാണാൻ പറ്റില്ല. വർഷം സുധീരി മുസ്തഖലി എന്നൊക്കെ പറഞ്ഞില്ല.
ചില ഭൂമിയും സൂര്യനും എല്ലാം തന്നെ എന്താണ് അത് അല്ല സൂര്യൻ എന്താണ് അതിൻ്റെതായ ഇതിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തായാലും ഇത്തരം കുറെ ആശയങ്ങൾ മോഷനെ കുറിച്ചിട്ടുള്ള ആശയം, ഒരു മോഷനിലൂടെ ഒരു ഫണ്ടമെന്റൽ സബ്സ്റ്റൻസ് വ്യത്യസ്ത സബ്സ്റ്റൻസസ് ആയിട്ട് മാറുന്ന ഒരു സംഗതിയെ കുറിച്ചുള്ള ആശയം, ഇതൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞതായി കാണാൻ പറ്റും. പിന്നെ അദ്ദേഹം അതിൻ്റെ ഒരു അനലോഗി പറഞ്ഞ് നമ്മൾ വളരെ ശ്രദ്ധയാണ്. ആസ് അവർ സോൾ വിച്ച് ഈസ് എയർ ഹോൾസ് us together. കണ്ട അവിടെ അദ്ദേഹം നമ്മുടെ ആത്മാവിനെ എന്താണ് ഒരുതരം എയർ, ഒരു നിശ്വാസമായിട്ടാണ്, ഒരു ബ്രീത്ത് ആയിട്ടാണ് പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുള്ളത്. ആൻഡ് സോ ബ്രീത്ത് ആൻഡ് എയർ എൻകംപാസ് ദ ഹോൾ വേൾഡ്. അപ്പം ആ ഒരു ഈ രീതിയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. ഒരു പ്രൈമൽ സംഗതിയെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അങ്ങനത്തെ ഒരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഹെറാക്ലീറ്റസിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അവിടെ ഹെറാക്ലീറ്റസ് പറഞ്ഞത് എന്താണ്? പാൻറ്ററൈ എന്നൊരു ആശയമാണ്. എവറിത്തിങ് ഈസ് ഇൻ ഫ്ലക്സ്, എല്ലാം ചലനത്തിലാണ്, എല്ലാം നിരന്തരമായ ചലനത്തിലാണ് എന്ന ഒരു സംഗതിയാണ് പിന്നെ പിന്നെ ഹെറാക്ലീറ്റസ്. പിന്നെ പൈത്തഗോറസിന്റെയും പൈത്തഗോറിയൻ സ്കൂളിന്റെ തിയറീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഈ പൈത്തഗോറസും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാല് അദ്ദേഹം ഈ ഒരു എലിമെന്റ്സ് എന്ന് പറയുന്ന ആശയത്തെ നമ്പേഴ്സ് എന്ന സംഗതിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് മ്യൂസിക്കൽ സ്കെയില്, ഈ സംഗതി പൈത്തഗോറിയൻ സ്കെയിലൊക്കെ നല്ല രസമാണ്. ഇന്നത്തെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു വെസ്റ്റേൺ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന സ്കെയിലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് പൈത്തഗോറിയൻ സ്കെയിൽ ഓഫ് മ്യൂസിക്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഗതി, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ കുറെ മാത്തമെറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള സംഗതിയാണ്. ആ ഒരു മാത്തമെറ്റിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ ഒരു മ്യൂസിക്കൽ സ്കെയിലിനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാത്തിന്റെയും എലിമെന്റ്സിനോട് എന്തിനെ ബന്ധിപ്പിക്കുന്നുണ്ട്? നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ബന്ധിപ്പിക്കും. നമുക്ക് ഇൻട്രസ്റ്റിംഗ്ലി നമുക്കറിയാം, ഈ മോഡേൺ സയൻസ് ഉത്ഭവിക്കുന്നത് വരെ എന്താണ് മാത്തമെറ്റിക്സിലെ 4 ശാഖകളിൽ ഒന്നായിട്ടാണ് മ്യൂസിക്കിനെ മനസ്സിലാക്കപ്പെട്ടത്. അത് മുസ്ലിം കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. മുസ്ലിങ്ങളൊക്കെ തന്നെ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് നോളജ് നടത്തിയതിൽ മാത്തമെറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് മ്യൂസിക്കിനെ ചേർത്തത്. അതുകൊണ്ടാണ് അൽഫാറാബിയും ഇവരൊക്കെ നല്ല അക്കംപ്ലിഷ്ഡ് മ്യൂസീഷ്യൻസ് ആയിരുന്നു. നല്ല മ്യൂസിക് തിയററ്റിക്കലി നന്നായിട്ട് അറിയുന്ന അൽഫാറാബിയുടെ ഒക്കെ മ്യൂസിക്കുകൾ ഇപ്പോഴും എന്താണ് പല മക്കാമുകളായിട്ടും മറ്റതൊക്കെ ആയിട്ട് ഇപ്പോഴും തുർക്കിയിലും പല സ്ഥലങ്ങളിലും അത് പ്ലേ ചെയ്യപ്പെടുന്നുണ്ട്. അൽഫാറാബി ഭയങ്കര നല്ലൊരു മ്യൂസീഷ്യൻ ആയിരുന്നു ഇസ്ലാമിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന. അപ്പൊ മ്യൂസിക് എന്താണ്? ഒരു മാത്തമെറ്റിക്കൽ സയൻസ് ആയിട്ടാണ് അതിനെ മനസ്സിലാക്കിയത്. പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ, പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളതായ ഫണ്ടമെന്റൽ എലിമെന്റ്സ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യമായിട്ടാണ്. അപ്പൊ ഒരു സ്കെയിലായിട്ട്, ഒരു മ്യൂസിക്കൽ സ്കെയിലായിട്ടൊക്കെ തന്നെ എന്താണ് വ്യത്യസ്ത നോട്ടുകൾ കൂടിയതാണല്ലോ ഒരു സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു സ്കെയിലായിട്ടാണ് മുഴുവൻ പ്രപഞ്ചത്തെയും എന്താണ് പൈത്തഗോറിയൻസ് മനസ്സിലാക്കിയത്. നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ അദ്ദേഹം എന്താണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോസ്മോളജി തന്നെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരുന്നു. ഒരു കേന്ദ്രം, ആ കേന്ദ്രത്തിന് ചുറ്റും കുറെ സെലസ്റ്റിയൽ ബോഡീസ്, ആ പ്രാപഞ്ചിക ഗോളങ്ങൾ, അവയെല്ലാം തന്നെ എന്താണ് അപ്പൊ പല വ്യത്യസ്ത ദൂരങ്ങളിലായിട്ടാണ് ആ കേന്ദ്രത്തിൽ നിന്നുള്ളത്. അപ്പൊ ദൂരം എത്രത്തോളം പിന്നെ ചിലത് എന്താണ് വളരെ സ്ലോയില് മൂവ് ചെയ്യുന്നത്, ചിലത് വളരെ സ്പീഡില് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോ ഓരോന്നിന്റെയും മൂവ്മെന്റിന്റെ സ്പീഡ് അനുസരിച്ചിട്ട് എന്താണ് അവയിൽ നിന്ന് ശബ്ദങ്ങൾ ഉണ്ടായിത്തീരുന്നുണ്ട്. ആ ശബ്ദങ്ങളുടെ കോമ്പിനേഷൻ എന്താണ് ഒരു ഹാർമണി ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ നമുക്കറിയാം, ഒരു കുറെ നോട്ട്സ് ഒരുമിച്ച് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വളരെ ഹാർമോണിയസ് ആയ കോഡ്സ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. എ മൈനർ, ബി മൈനർ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം കോഡ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു സ്കെയിലിൽ തന്നെ എന്താണ് വ്യത്യസ്തങ്ങളായ നോട്ട്സ് ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോണ്ടാകുന്ന ഹാർമണീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു മ്യൂസിക് തന്നെ, ഒരു കോസ്മിക് ആയ ഒരു മ്യൂസിക്കിനെ കുറിച്ചുള്ള ആശയമൊക്കെ പൈത്തഗോറിയൻസ് വെച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ആ മ്യൂസിക് കേൾക്കാത്തത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ചില ജസ്റ്റിഫിക്കേഷൻസ് അവർ പറയുന്ന കാണാൻ പറ്റുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ജസ്റ്റിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞാല്, നമ്മൾ ജനിച്ചത് മുതലേ ഇതിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതിനെ എന്താണ് നമ്മൾ പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു സംഗതിയായി തിരിച്ചറിയുന്നില്ല. കോസ്മിക് ഹാർമണിയെ, ആ ഒരു അക്കോസ്റ്റിക് ആയ കോസ്മിക് ഹാർമണി നമ്മൾ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, അല്ലാഹു അല അങ്ങനെയൊക്കെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ അതില് ഉള്ള ഒരു പൈത്തഗോറിയൻ ആശയങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആശയമാണ് 10 എന്ന നമ്പറിന്റെ സീക്രട്നെസിനെ കുറിച്ചിട്ട്.
10 എന്ന് പറയുന്ന നമ്പറിന്റെ സീക്രട്നെസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂഫി ഇതുകളിലൊക്കെ നമുക്ക് ഈ ഭാഷ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സുറിയാനി എന്നൊരു ഭാഷയെ കുറിച്ചിട്ട് ഒരു ഇസ്ലാമിക മെറ്റാഫിസിക്സിൽ ഒരു കൺസെപ്റ്റ് കാണാൻ പറ്റും. അത് പിന്നെ ആ സുറിയാനി ഭാഷയിൽ 10 എലിമെന്റ്സ് ആണുള്ളത്. ആ 10 എലിമെന്റ്സ് ആണ് എന്ത്, ഉദാഹരണം നമ്മള് പിന്നെ 10 എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആ എലിമെന്റ്സിന്റെ കോമ്പിനേഷൻസിലൂടെ പിന്നെ എന്താണ് എല്ലാ റിയാലിറ്റീസിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. ആദം അലൈഹി സ്വലാമിന് സ്വർഗത്തിലുണ്ടായിരുന്ന ഭാഷ, അതായത് അങ്ങനെ പല സംഗതികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് കാണാൻ പറ്റും. അത് 10 നമ്പേഴ്സ് ആയിട്ടാണ്, 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആയിട്ടൊക്കെ അതിനെ കുറിച്ച് പറയുന്നതല്ലേ കാണാൻ പറ്റും ഭാവന. എന്തായാലും ഈ 10 എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ ഒരു സീക്രട്നെസ്, 10 എന്നൊരു നമ്പറിന് നമ്മള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ തിയറി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഉദാഹരണം പറയാം, നമ്മളൊരു ഡെസിമൽ സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സിസ്റ്റം ആണല്ലോ. അത് 10 നമ്പേഴ്സ് വെച്ചിട്ടാണല്ലോ. നമ്മുടെ ഖുറാനിലൊക്കെ അവലംബിച്ചിട്ടുള്ളത് എന്താണ്, ഖുറാനില് 2 തരം നമ്പർ സിസ്റ്റംസിനെ ഉപയോഗിച്ചായിട്ട് കാണാൻ പറ്റും. ഒന്ന് പിന്നെ ഈ കാലത്തിന്റെ ഒക്കെ ഗണനയിൽ ഈ സെക്സാജസിമലായ സംഗതികളെ കുറിച്ച് പിന്നെ ഇന്നത്തെ ഷൂരി ആശറ എന്നൊക്കെ പറയുന്നതിലുള്ള സംഗതി ഉണ്ട്. പിന്നെ അതോടൊപ്പം 10നെ കുറിച്ചിട്ടുള്ള എന്താണ്, 10 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റം എന്താണ്, അതും നമ്മുടെ പല സംഗതികളായി ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റും. എന്നാൽ ഇത് രണ്ടാണ് ഇന്ന് വളരെ വാലിഡായി കിടക്കുന്ന നമ്പർ സിസ്റ്റം. എന്തായാലും ഈ ഒരു 10 എന്നതിന് എന്താണ്, അതിനൊരു സീക്രട്നെസ് നൽകിയത് പൈത്തഗോറിയൻസ്. അപ്പൊ 10 എന്നുള്ളത് എന്താണ്, 1 + 2 + 3 + 4, 1 + 2 + 3 + 4, ഇതാണല്ലോ 10 ഉണ്ടാകുന്നത്. അപ്പൊ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടും. 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈനിനെ വരക്കാൻ പറ്റും. അതിനേക്കാൾ അപ്പർ ഡയമെൻഷൻ ആണ് ലൈന്. 3 ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലെയിനിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു പ്രതലത്തെ നമുക്ക് 3 പോയിന്റ് കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു 4 കൊണ്ട് നമുക്കൊരു കരവസ്തുവിനെ, ഒരു സോളിഡ് ആയ ഒരു സാധനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ 1, 2, 3, 4 എന്ന് പറയുന്നതിന് വളരെ പ്രത്യേകത ഉണ്ടല്ലോ. ഈ സംഗതി നമുക്കറിയാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് പാസ്കൽസ് ട്രയാങ്കിൾ ഒക്കെ ഓർമ്മ വരുന്നുണ്ടാവും. അപ്പൊ അതെന്തായാലും എന്നുണ്ടെങ്കിൽ ഇത്തരം ട്രയാങ്കിൾസ് പിന്നീട് പലതരത്തിലുള്ള ഇപ്പൊ പ്രോബബിലിറ്റി തിയറി അതുപോലത്തെ പല സംഗതികൾ ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ ഇങ്ങനത്തെ സംഗതികൾ ഉപയോഗിച്ചിട്ടുള്ള ബൈനോമിയൽ എക്സ്പാൻഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മാത്തമാറ്റിക്സ് അറിയുന്ന ആൾക്കാർ വട്ടവർ ഇറ്റ് എന്തായാലും 1, 2, 3, 4 ഇങ്ങനെ പറയുന്ന 4 നമ്പേഴ്സിനെ ആറ്റംസ് ആയിട്ട് കണ്ടുകൊണ്ട് ഈ 4 നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, 10നെ ജനറേറ്റ് ചെയ്യുന്നത്. 1 + 2 + 3 + 4 10 ആണല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് 4 നമ്പേഴ്സും കൂടിയിട്ട് എന്താണ്, ഒരു സീക്രട്ട് ഫിഗറിനെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ടെട്രാക്ടിസ് എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കുലർ ഫിഗറിനെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ഫിഗറിന് വലിയൊരു ഇമ്പോർട്ടൻസ് എന്താണ് പൈത്തഗോറിയൻസ് നൽകിയത്. അവരുടേതായ അവരുടെ ആ ഒരു ഇന്റലക്ച്വൽ മൂവ്മെന്റിന്റെ അതിന്റെ ഒരു സ്പിരിച്വൽ ഡയമെൻഷനിൽ ഈ ഒരു ഫിഗറിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിൽ യൂണിറ്റി, ഡയാഡ്, ഹാർമണി, കോസ്മോസ് ഉണ്ടാകും. കോസ്മോസ് എന്ന് പറയുമ്പോൾ 3 ഉണ്ടാകുമ്പോഴാണ് ഹാർമണി ഉണ്ടാകുന്നത്, 4 ഉണ്ടാകുമ്പോഴാണ് കോസ്മോസ്. പ്രപഞ്ചത്തിന്റെ മാനിഫെസ്റ്റേഷൻ 4ലൂടെയാണ് ഉണ്ടാകുന്നത് എന്ന രീതിയിലേക്ക് അതിനെ കുറിച്ചിട്ട് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ് ആയ ആളുകൾ എന്ത് ചെയ്യുക, അത് കൂടുതൽ വായിച്ചു നോക്കാവുന്നതാണ്. എന്തായാലും ഈ 4 കാര്യങ്ങളെ സിംബിളൈസ് ചെയ്യുന്ന 4 എലിമെന്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ 4 എലിമെന്റ്സ് ഫയർ, എയർ, വാട്ടർ, എർത്ത് എന്ന് പറയുന്ന 4 എലിമെന്റ്സ്. ഈ 4 എലിമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 4 പിന്നെ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് ഫസ്റ്റ് റോ റെപ്രസെന്റ് മനസ്സിലാകണ്ടാവും. അത് 4ാമത്തെ ഇത് വരുമ്പോഴാണ് ഫോം ഉണ്ടാകുന്നത്. 3ൽ ഹാർമണി ഉണ്ടാകുന്നത്. 2ാമത് റിലേഷൻ ഉണ്ടാകുന്നത്. 1 എന്ന് പറയുന്നതാണ് ടോട്ടലി അൺഡിഫറൻഷിയേറ്റഡ് ആയ ഒരു സ്റ്റേറ്റിനെയാണ് കുറിക്കുന്നത്. ടോട്ടലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ഒരു ബാഹ്യമായ രൂപത്തിലേക്കുള്ള മാനിഫെസ്റ്റേഷനിൽ പങ്കുവയ്ക്കുന്ന 4 എലിമെന്റ്സ് ഹൈറാർക്കിക്കൽ ഓർഡറിൽ പറയാണ്. 1, 1 - 2, 2 പിന്നെന്താണ് 1, 2, 3, 4 ആ രീതിയിൽ അങ്ങനെ കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ ട്രയാഡ് എന്ന് പറയുന്നതിന് പൈത്തഗോറിയൻസ് ഫസ്റ്റ് ട്രൂ നമ്പർ എന്ന ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ട്രൂ നമ്പർ നമുക്ക് ഇൻട്രസ്റ്റിംഗ്ലി എന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് നമ്മൾ ഫുസൂസുൽ ഹിക്കം ഷെയ്ഖ് ഇബ്നു അറബിയുടെ വായിക്കുന്ന സമയത്ത് പിന്നെ അവിടെയും എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ മാനിഫെസ്റ്റേഷന് 3 എന്ന് പറയുന്ന നമ്പറിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഹുബ്ബിബ അലൈഹി സലാസ
എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ എനിക്ക് പ്രിയങ്കരമാക്കപ്പെട്ടിരിക്കുന്നു എന്ന ഹദീസിന്റെ വിശദീകരണത്തെ പിന്നെ ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞതായിട്ട് അതിന്റെ ഒരു സംഗതി ഉണ്ട്. ഇനി ട്രയാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ സയന്റിഫിക് മെറ്റാഫിസിക്കൽ ട്രഡീഷൻസിലൊക്കെ, അത് ചൈനീസ് ആണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ തന്നെ എന്താണ് ട്രയാഡ് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് സംഗതിയായിട്ട് കാണുന്നുണ്ട്. എന്താണ് ട്രയാഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് മാനിഫെസ്റ്റേഷൻ, ഒരു പ്രപഞ്ചം മാനിഫെസ്റ്റഡ് ആയിട്ട് വരുന്നതില് പിന്നെ ആവശ്യമായ ഒരു കാര്യമായിട്ട് അതിനെ കാണുന്ന, അതിന്റെ ഒരു മുന്നോടിയായിട്ട് കാണുന്ന ഒരു സംഗതിയായിട്ടാണ് അതിനെ പറഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ എംപിഡോക്ലിസ് ഉണ്ട്. എംപിഡോക്ലിസ് ആണ് വളരെ ക്ലിയർ കട്ടായിട്ട് 4 ഫണ്ടമെന്റൽ സബ്ജക്ട്സ് ഉണ്ട്. അതാണ് എല്ലാത്തിന്റെയും റൂട്ട്സ് എന്നൊരു അഭിപ്രായം പറഞ്ഞത് എംപിഡോക്ലിസ് ആയിരുന്നു. അതിൽ നിന്നാണ് എല്ലാ വസ്തുക്കളും ഉണ്ടായിത്തീരുന്നത്. മരങ്ങളാണെങ്കിലും മനുഷ്യരാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും മൃഗങ്ങളും പക്ഷികളും അതുപോലെ തന്നെ മത്സ്യങ്ങളും അതുപോലെ തന്നെ എന്താണ് എല്ലാ ദേവതകളും എല്ലാ സംഗതികളും എന്താണ് അവയെല്ലാം തന്നെ ഈ 4 മൂലകങ്ങളിൽ നിന്ന് ഉണ്ടായി തീർന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ 4 മൂലകങ്ങൾക്കിടയിൽ ഉള്ള 2 തരം ഫോഴ്സസ്, അതിനെ അദ്ദേഹം വിളിച്ചത് ലവ് ആൻഡ് സ്ട്രൈഫ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണുന്നത്. ലവ് എന്ന് പറഞ്ഞ സ്നേഹം, പരസ്പരമുള്ള ഒരു അട്രാക്ഷന്. സ്ട്രൈഫ് എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള ഒരു വികർഷണം, ആകർഷണത്തിന്റെയും വികർഷണത്തിന്റെയും 2 ഫോഴ്സസിനെയും എന്താണ് അദ്ദേഹം പോസ്റ്റുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ 4 വസ്തുക്കളുടെ കൂടെ. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാല് മാറ്ററിൽ നിന്ന് എന്താണ് ഫോഴ്സ് എന്നൊരു കൺസെപ്റ്റിനെ അദ്ദേഹം അബ്സ്ട്രാക്ട് ചെയ്ത് പിന്നെ അതിൽ നിന്ന് വ്യതിരിക്തമായിട്ട് 2 ഫോഴ്സസിനെ കുറിച്ചുള്ള ആശയത്തെ വെക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്കറിയാം ഈ 4 എലിമെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ആശയമാണ് പിന്നെ ചരിത്രത്തില് ഏറ്റവും അധികം കാലം നിലനിന്ന്. ഈ അടുത്ത കാലത്ത് നമ്മളിപ്പോ 114 എലിമെന്റ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് എത്രയോ സഹസ്രാബ്ദങ്ങൾ, 2 സഹസ്രാബ്ദം, അതിനേക്കാൾ ഏറെ എന്താണ് നമുക്ക് 2500 കൊല്ലത്തോളം എന്താണ് നീണ്ടു നിന്ന ഒരു ആശയമായിരുന്നു ഇതാണ് ഈ 4 എലിമെന്റ്സിനെ കുറിച്ചിട്ടുള്ള ആശയം എന്ന് നമുക്ക് കാണാൻ കഴിയും. അർക്കാനുൽ അർബ എന്നൊക്കെ രീതിയിൽ മുസ്ലിം ട്രഡീഷനിലൊക്കെ തന്നെ എന്ത് ചെയ്ത് ഈ ആശയത്തെ കാണാൻ കഴിയുന്നു. പിന്നെ ഡെമോക്രീറ്റസ്, ലൂസിഫസ്, ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായി. ഇവരാണല്ലോ ആദ്യമായിട്ട് ആറ്റമിസത്തിനെ കൊണ്ടുവന്നത്. ആറ്റംസ് എന്ന് പറയുന്ന വളരെ സൂക്ഷ്മമായ വസ്തുക്കളെ കുറിച്ചിട്ടുള്ള ആശയത്തെ കൊണ്ടുവരുന്നത് ഡെമോക്രീറ്റസ്, ലൂസിഫസിനെ പോലുള്ള ആളുകളാണ്. അപ്പോ ഇതില് അവർ പറഞ്ഞത് എന്നാൽ ആറ്റംസ് ഉണ്ടാവും, ഇറഡ്യൂസിബിൾ മിനിമ ഓഫ് ഓൾ ഫിസിക്കൽ സബ്സ്റ്റൻസ്. അല്ല ഏതൊരു ഭൗതിക വസ്തുക്കളുടെയോ ഒരിക്കലും പിന്നെ എന്താണ് അതിനേക്കാളും എന്താണ് ന്യൂനീകരിക്കാനാവാത്ത, അതിനേക്കാളും വിഭജിക്കാനാവാത്ത പിന്നെ എന്താണ് ഒരു ഏറ്റവും മിനിമമായ ചില സാധനങ്ങളുണ്ട്. അവയാണ് ആറ്റംസ് എന്ന് പറയുന്നത്. ആറ്റം എന്ന് പറഞ്ഞാൽ ഇൻഡിവിസിബിൾ എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. പക്ഷെ നമ്മുടെ ആധുനിക ശാസ്ത്രത്തിൽ ആറ്റം പോലും എന്താണ് ഡിവൈഡ് ചെയ്യപ്പെട്ട് മുന്നോട്ട് പോയ ഒരവസ്ഥയാണുള്ളത്. ഇവ ഇങ്ങനെ നിരന്തരമായ ചലനത്തിനും പരസ്പരമുള്ള കൊളീഷൻസിലൊക്കെയാണുള്ളത്. അപ്പൊ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പ്രകൃതിയിൽ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ആവിർഭവിക്കുന്നത് എന്ന ഒരാശയമാണ് ഡെമോക്രീറ്റസ് വെച്ചത്. ഇപ്പൊ ലൂസിഫസ് പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇങ്ങനെ കാര്യങ്ങൾ ഒരു റാൻഡമായി നടക്കുന്നതല്ല, എല്ലാത്തിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്, അതിന്റെ പിന്നിൽ ഒരു അനിവാര്യത ഉണ്ടെന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു ആറ്റമിസത്തിൽ നിന്നുള്ള വ്യത്യസ്തത അതായിരുന്നു. ഇന്ന് നമ്മുടെ ആറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ സബ് ആറ്റമിക് പാർട്ടിക്കിൾസിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് അവയുടെ റാൻഡമായ മൂവ്മെന്റും റാൻഡമായ കൊളീഷൻസിനെ കുറിച്ച് മാത്രമേ നമുക്ക് വിഭാവന ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണുള്ള സ്റ്റാറ്റിസ്റ്റിക്കലായ ഒരു അർത്ഥത്തിലാണ് നമ്മളിപ്പോ ഷ്രോഡിംഗർ ഇക്വേഷൻ അടക്കമുള്ള സംഗതികൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു വേവിനെ കുറിച്ചുള്ള ആശയത്തിൽ പോലും എന്താണ് നമ്മൾക്ക് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കലും റാൻഡമായ ആശയങ്ങൾ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ടല്ലോ. അല്ലാതെ വേവിനെ ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയ ഒരു സംഗതിയായിട്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ, ഉദാഹരണത്തിന് ഒരു ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷന്റെ സ്ക്വയർ അബ്സല്യൂട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ അതെടുത്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ് പ്രോബബിലിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പർട്ടിക്കുലർ പിന്നെ എന്താണ് ഒരു പാർട്ടിക്കിൾ അറ്റ് ലൊക്കേഷൻ ആവുക എന്താണ് അങ്ങനത്തെ സംഗതി ഓർക്കുന്നത് ഞാൻ മറന്നുപോയി. എന്നാലും അതാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് വളരെ ഫണ്ടമെന്റലായ ഒരു അർത്ഥത്തിലുള്ള റാൻഡംനെസ്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ തന്നെ എന്താണ് നമ്മള് ഇന്നത്തെ മോഡേൺ ഫിസിക്സിൽ നമ്മുടെ ആറ്റമിസത്തിലേക്ക് നമ്മൾ അതിലേക്ക് ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഗ്രീക്ക് ആറ്റമിസത്തിനെ നമുക്ക് ഇന്നത്തെ ഒരു ആറ്റമിസം ആണെന്ന് നമുക്ക് അങ്ങനെ
നേർക്ക് നേരെ പറയാൻ പറ്റൂല. കാരണം അത് അങ്ങനത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ല. പിന്നിലൊരു ഇന്റലിജൻസിന്റെയും ഒരു പേർപ്പസിന്റെയും റീസന്റെ ഒക്കെ തന്നെ ഒരു സംഗതി, റാൻഡം അല്ലാത്തതായ ഒരു ആറ്റമിസം എന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇന്നത്തെ ഒരു ആറ്റമിസം ഡെവലപ്പ് ചെയ്യുന്നതിൽ പിന്നെ ആറ്റമിസം ആയതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞ അതാണ്. നമ്മളിന്ന് ആറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ റാൻഡംനെസ്സിനെ കുറിച്ചിട്ടുള്ള ആശയം വരുന്നുണ്ട്. പക്ഷെ ആറ്റം എന്നൊരു ആശയം ഡസ് ഇറ്റ് നെസസിറ്റേറ്റ് റാൻഡംനെസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോഴാണ് എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളും സംഗതികളൊക്കെ ഉണ്ടോ എന്ന ഒരു സന്ദേഹം നമുക്ക് ഉണ്ടാകുന്നത്. We have to investigate, explore all those things. That is another thing. അനാക്സഗോറസ് പറഞ്ഞത് സീഡ് തിയറിയെ കുറിച്ചാണ്. എല്ലാ വസ്തുക്കൾക്കും എല്ലാ വസ്തുക്കളിലും എല്ലാ വസ്തുക്കളുടെയും ഒരു സീഡ്സ് ഉണ്ട്. ഏതൊരു വസ്തു, ഒരു മരത്തിനൊരു സീഡ്, ഏതൊരു പക്ഷിക്കൊരു സീഡ്, ഏതൊരു സാധനത്തിന് സീഡ് ഉണ്ട്. പിന്നെ ആ സീഡ്സ് എല്ലാത്തിനും സീഡ്സ് ഉണ്ട്. എല്ലാത്തിന്റെയും സീഡ്സ് എല്ലാത്തിലും ഉണ്ട്. ഒരു മരത്തിന്റെ സീഡ് ഒരു പക്ഷിയിലും ഒരു മനുഷ്യനിലും ഉണ്ടാവാം. മനുഷ്യന്റെ സീഡ് ഒരു മരത്തിലോ പക്ഷിയിലോ ഏത് സാധനത്തിലും ഉണ്ടാവാം. അതിന് വ്യത്യസ്തങ്ങളായ രൂപങ്ങളും കളേഴ്സും ടേസ്റ്റ്. അപ്പോൾ എന്തൊക്കെ വസ്തുക്കൾ നമ്മൾ കാണുന്നുണ്ട് അവയുടെ എല്ലാം തന്നെ അവയ്ക്കെല്ലാം അവയുടെ സീഡ്സ് ഉണ്ട് എന്ന രീതിയിലുള്ള ആശയമാണ് പറഞ്ഞത്. അനാക്സഗോറസ് വെച്ച ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു ആശയമായിരുന്നു നോസ് എന്ന് പറയുന്ന ഒരു ആശയം. നോസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റലിജൻസിനെ കുറിച്ചിട്ടുള്ള ഒരാശയം, ഡയറക്റ്റിംഗ് ഇന്റലിജൻസ് ഓഫ് ദ കോസ്മോസ് എന്നുള്ളത്. ഉദാഹരണം നമ്മൾ കാണുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇനേർട്ട് മാറ്റർ ഇനേർട്ടായ ഒരു മാറ്ററിനെ മാത്രമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തില് ഇന്ന് ശാസ്ത്രം കാണുന്നത്. പക്ഷെ അതോടൊപ്പം ഒരു നോസ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിള്, എങ്ങനെയാണ് ഏത് രീതിയിൽ അവ രൂപപ്പെടണം, ഏത് രീതിയിൽ അവ ആവിർഭവിക്കണം എന്ന് തീരുമാനിക്കുന്നതായ ഒരു ഡയറക്റ്റിംഗ് ഇന്റലിജൻസിനെ കുറിച്ചിട്ട്, അതല്ല അഖിലുൽ കുല്ലിയ എന്നും നഫ്സുൽ കുല്ലിയ എന്നൊക്കെ രീതിയിലൊക്കെ നമുക്ക് ഇസ്ലാമിന്റെ ഇതിലൊക്കെ കാണാം. ട്രഡീഷണലായ എല്ലാ സംഗതികളും നമുക്ക് കാണാൻ പറ്റും. പ്ലാറ്റോയെ ആകർഷിച്ച ഒരു ആശയം അതായിരുന്നു. അനാക്സഗോറസിലേക്ക് പ്ലാറ്റോയെ ആകർഷിച്ച ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഈ ഒരു നൗസ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെയാണ്. പക്ഷേ പ്ലാറ്റോ പിന്നീട് പറയുന്നുണ്ട്, പക്ഷെ അനാക്സഗോറസ് ഒരിക്കലും തന്നെ പിന്നെ ഈ ഒരു നൗസ് എന്നൊരു ആശയത്തെ അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നെങ്കിലും പ്രപഞ്ചത്തിൻ്റെതായ മൊത്തം ഒരു മാനേജ്മെന്റില് അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹം നൗസ് എന്ന് പറയുന്ന ആശയത്തെ ഉപയോഗിച്ചില്ല. അതിന് പകരം അദ്ദേഹം വെറും ഈ അടിസ്ഥാന മൂലകങ്ങൾ, എയർ, ഈതർ, വാട്ടർ ഇതുപോലത്തെ മൂലകങ്ങളൊക്കെ ഉപയോഗിച്ച് എന്ന ഒരു രീതിയിൽ പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ഈ ഒരു ഇന്റലിജൻസിനെ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് പറയാണ്. ഈ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് പ്ലാറ്റോയിലും സോക്രട്ടീസിലും പ്ലാറ്റോയിലും അതുപോലെ തന്നെ അതിനുശേഷം അരിസ്റ്റോട്ടിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ടീലിയോളജിക്കലായ ഒരു കാഴ്ചപ്പാടുള്ള ആളുകളായിരുന്നു. കൃത്യമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്ന രീതിയിലുള്ള ടീലിയോളജിക്കൽ ആശയത്തെ വെച്ചു പുലർത്തിയ ആളുകളായിരുന്നു. ആര് സോക്രട്ടീസ് ആണെന്നുണ്ടെങ്കിലും പ്ലാറ്റോ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ഇന്റലിജന്റ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയും. ഇപ്പൊ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഉപയോഗിച്ചെന്നുള്ളത് ഇവിടെ. അല്ലാണ്ട് അവരങ്ങനെ ഇന്റലിജന്റ് ഡിസൈൻ എന്നുള്ള സംഗതി ഇതുകൊണ്ട. റിപ്പബ്ലിക്കില് പ്ലാറ്റോന്റെ റിപ്പബ്ലിക്കിൽ പറയുന്ന കാണാൻ പറ്റും, the spindle of necessity by means of which all revolutions are turned. ഒരു അച്ചുതണ്ടുണ്ട്, ആവശ്യകതയുടെ ഒരു അച്ചുതണ്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എല്ലാ കറക്കങ്ങളും, എല്ലാ പിന്നെ പ്രപഞ്ചത്തെ കുറിച്ച് മൊത്തത്തിൽ റെവല്യൂഷനെ കുറിച്ചുള്ള ആശയമാണല്ലോ പറയുന്നത്. എല്ലാ ചലനങ്ങളും അത് മുഖേനയാണുള്ളത് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജിയോമെട്രി എന്ന് പറയുന്ന ഒരു സംഗതി ഉത്ഭവിക്കുന്നതും ഈ ഒരു ടീലിയോളജിക്കലായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജിയോമെട്രി ഉണ്ടായിത്തീരുന്നത്. ചില ഐഡിയലായ ചില ഐഡിയൽ ഫോംസിനെ കണ്ടെത്താൻ ശ്രമിക്കുക. ചില ഐഡിയൽ ഫോംസ്, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പോയിന്റ് ആണ്, ലൈൻ ആണെങ്കിൽ, ഒരു ട്രയാങ്കിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു മെറ്റാഫിസിക്കലായ ഒരു മീനിങ് ഉണ്ട്. അപ്പോ ചില ബേസിക് ആയ ചില പിന്നെ പേർപ്പസസ്, ചില കാരണങ്ങൾ, ഈ പ്രപഞ്ചത്തിന്റെ ഭൗതികാതീതമായ ചില സംഗതികൾ. ഇപ്പൊ ജിയോമെട്രി പിന്നെ ജിയോമെട്രി കൈകാര്യം ചെയ്യുന്ന ഐഡിയൽ ഫോംസ് ഒന്നും നമുക്ക് ഈ ബാഹ്യമായ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ആ ഒരു അർത്ഥത്തില് അങ്ങനത്തെ ഒരു മനോഭാവ യഥാർത്ഥത്തിൽ ജിയോമെട്രൈസേഷൻ ഓഫ് നേച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കാൻ പറ്റും.
എത്രത്തോളം റിപ്പബ്ലിക്കിൽ പ്ലാറ്റോ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കുക, ലെറ്റ് us study astronomy by means of problems as we do geometry and leave the things in the sky alone എന്നാണ്. അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചു നോക്കി. അതായത് നമുക്ക് എന്ത് ചെയ്യാ, ആസ്ട്രോണമിയെ നമുക്ക് ജോമെട്രി പഠിക്കുന്ന പോലെ പഠിക്കുക, ആകാശത്തിലുള്ള സാധനങ്ങൾ അവിടെ അങ്ങനെ കിടന്നോട്ടെ എന്നാണ്. എന്നുവെച്ചാൽ ആകാശത്തിലുള്ള സംഗതികൾ അങ്ങനെ കിടക്കുന്നതിൽ അങ്ങനെ തന്നെ അവയെ പഠിക്കാൻ ശ്രമിക്കുന്നതിനപ്പുറമുള്ള ഒരു തലത്തിൽ നിന്നിട്ട്, ഒരു ജോമെട്രിയുടെ തലത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പ്രപഞ്ചത്തെ പഠിക്കാൻ പറ്റണം എന്ന് പറയുമ്പോൾ എന്താണ്, ജോമെട്രി ബിക്കം സംതിങ് ബിയോണ്ട് ദ ഫിസിക്കൽ. ഇത് ഒരു എൻജോയറിംഗ് ആയ ഒരു ആശയാണ്. നമുക്ക് ട്രഡീഷൻസിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു സംഗതി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എത്ര ആസ്ട്രോണമി ആ ഒരു കാലഘട്ടത്തിൽ അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസിന് വേണ്ടി പഠിച്ചിരുന്നു. അത് പഠിച്ചതിനേക്കാളേറെ ആസ്ട്രോണമി പഠിക്കപ്പെട്ടത് എന്താണ്, യഥാർത്ഥ ട്രൂ നമ്പേഴ്സ്, ട്രൂ മോഷൻസ് ബിഹൈൻഡ് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്. സെലസ്റ്റിയൽ ബോഡീസിന്റെ നമുക്ക് കാണപ്പെടുന്ന പ്രത്യക്ഷമായ ചലനങ്ങൾക്കപ്പുറമുള്ള യഥാർത്ഥ ചലനങ്ങൾ എന്ത്, യഥാർത്ഥത്തിലുള്ള നമ്പേഴ്സ് എന്ത് എന്ന കാര്യങ്ങൾ വെളിപ്പെടാൻ വേണ്ടിയാണ് ആസ്ട്രോണമി പഠിച്ചതെന്ന് പറയുന്നത്. ഇത് ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്, ഈ അപ്പാരന്റ് മൂവ്മെന്റ് എന്നുള്ളത്. ഇന്നും നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ്സിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. പ്രപഞ്ചത്തിൽ അപ്പാരന്റ് മൂവ്മെന്റ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. റിലേറ്റിവിറ്റിയിലൊക്കെ പറയുന്ന ഒരു വിഷയം അതല്ലേ. We must declare that the only existing thing which properly possesses intelligence is soul, and this is an invisible thing, whereas fire, water, earth and air are all visible bodies. അപ്പം പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ മൂലകങ്ങൾക്ക് അപ്പുറം സോൾ എന്ന് പറയുന്ന ഒരു കാര്യം, അതാണ് ഇന്റലിജൻസ് ഉള്ളത്. ആ ഒരു ഇന്റലിജൻസ് ആണ് എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേർന്ന് പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നതിന് നിർണ്ണയിക്കുന്നത്. ആൻഡ് എ ലവർ ഓഫ് ഇന്റലിജൻസ് ആൻഡ് നോളജ് മസ്റ്റ് നെസസറിലി സീക്ക് ഫസ്റ്റ് ഫോർ ദ കോസേഷൻ ദാറ്റ് ബിലോങ്സ് ടു ദ ഇന്റലിജന്റ് നേച്ചർ. കണ്ട, കോസേഷൻ ആ ഇന്റലിജന്റ് നേച്ചറിൽ തേടണമെന്നാണല്ലോ പറയുന്നത്. ആൻഡ് ഓൺലി ഇൻ ദ സെക്കൻഡ് പ്ലേസ് ഫോർ ദാറ്റ് വിച്ച് ബിലോങ്സ് ടു ദ തിങ്സ് ദാറ്റ് ആർ മൂവ്ഡ് ബൈ അതേഴ്സ് ആൻഡ് ഓഫ് നെസസിറ്റി സെറ്റ് ദി അതേഴ്സ് ഇൻ മോഷൻ. അപ്പൊ എന്താണ്, ഒരു സയൻസിനെ കുറിച്ചുള്ള വിഭാവനയിൽ എന്താണ്, ആദ്യം ഏതൊരു ഇന്റലിജൻസ് ആണ് എല്ലാ മോഷൻസിനും അടിസ്ഥാന കാരണമായി വർത്തിക്കുന്നത് അതിനെ കാണുക. അതിനെ തുടർന്നിട്ടാണ് പരസ്പരമുള്ള ഇന്ററാക്ഷൻസിലൂടെ കാര്യങ്ങൾക്ക് ഉണ്ടായിത്തീരുന്ന മാറ്റങ്ങളും ചലനങ്ങളും പഠിക്കേണ്ടത്. We too then must proceed on this principle. We must speak of both kinds of cause. രണ്ടിനെ കുറിച്ച് സംസാരിക്കണം എന്നാണ് പറയുന്നത്. ആദ്യം ആ ഇന്റലിജൻസിന്റെ സംഗതി, ആ സോളൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത്. രണ്ടാമത് നേരത്തെ ഈ പറഞ്ഞ സംഗതി, എലിമെന്റ്സുമായി ബന്ധപ്പെട്ട്. ബട്ട് ഡിസ്റ്റിംഗ്വിഷ് കോസസ് ദാറ്റ് വർക്ക് വിത്ത് ഇന്റലിജൻസ് to produce that which is good and desirable from those which destitute of reason produce the sundry effects at random and without order. ഇത് ഭയങ്കര രസകരമായ സ്റ്റേറ്റ്മെന്റ്. ടിമേഴ്സ് നല്ല രസമുള്ള ഒരു പുസ്തകമാണ്, വായിക്കാൻ ഇന്റർനെറ്റൊക്കെ അത് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നിർത്താനായില്ലേ, തുടരണം അല്ലെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. എന്ത് ചെയ്യില്ലേ, നമ്മൾക്ക് 8 മണിക്ക് നിർത്തണ്ടേ? കുറച്ച് ഡിസ്കഷനിലേക്ക് കടക്കാം, അതായിരിക്കും നല്ലത്. ആയിക്കോട്ടെ. നമ്മുടെ ഈ ചർച്ചകള് എനിക്ക് തോന്നില്ല നമുക്ക് ജനുവരിയിലൊക്കെ തീർക്കാൻ പറ്റുമെന്നുള്ള ഒരു സംഗതി തോന്നില്ല. ഗ്രീക്ക് തീർക്കണം, അത് കഴിഞ്ഞ് നമുക്ക് ഇസ്ലാമിക് സംഗതികളിൽ പോകണം. അതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ മോഡേൺ ഒരു ഏജിലേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങളില്ല. എന്താ നിങ്ങളൊക്കെ ഒരു അഭിപ്രായം? ഇങ്ങനെ തുടരണോ അല്ലെങ്കിൽ തീർക്കണതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു ഇത്. നമ്മൾക്ക് ഇങ്ങനെ ഒരു കൂടിയിരുത്ത ഇടക്കിടക്ക് നടത്താം. എല്ലാവരും ഇതിൽ താല്പര്യമുള്ള ആളുകളാണല്ലോ, അപ്പൊ ആർക്കും അങ്ങനെ മടുക്കും തോന്നുന്നില്ല. നമുക്കിരിക്കാല ആളുകൾക്കൊക്കെ. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എപ്പോഴെങ്കിലും ഇത് പെട്ടെന്ന് 3 മാസത്തിനുള്ളിൽ തീർക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ നിർബന്ധം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കിത് കാര്യങ്ങൾ ഗ്രഹിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് എല്ലാ സബ്ജക്റ്റിലെയും. അതിന് സമയം എടുത്തതിന് കുഴപ്പമില്ല എന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് ഇടക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില ഡൈവേർഷൻസ് ഒക്കെ ആവാം. ഈ ഒരു ജനറൽ എവല്യൂഷൻ, ഉദാഹരണത്തിന് നമ്മുടെ കൂട്ടത്തില് പല ആളുകൾക്ക് പലതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. അതുപോലെ ആറ്റമിസത്തെ കുറിച്ചൊക്കെ നന്നായിട്ട് ചർച്ച ചെയ്ത ആളുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ പഠിച്ച ആളുകള്. അതുപോലെ തന്നെ നമ്മളെ കലാമിന്റെ ഇതിലും മറ്റേ ഇസ്ലാം
ഇസ്ലാമിക് ട്രഡീഷനിലൊക്കെ അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ചർച്ചയിൽ കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾ പറയുന്നത് വേറെ ആളുകൾക്ക് പ്രസിദ്ധിയാണെങ്കിൽ ഇടക്ക് ഹാസിമിനൊക്കെ സംസാരിക്കാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാരും ഉണ്ട്. ആസിമുണ്ട്, പിന്നെ അസീലുണ്ട്, പിന്നെ ഹിഷാമുണ്ട്, വേറെ ബാസിൽ എല്ലാരും ഉണ്ടല്ലോ, കുറെ ആളുകളുണ്ട്. പിന്നെ ഹിഷാം ഇവിടെ ഉണ്ടോ? ഹിഷാം ഉണ്ടോ ഇന്നത്തെ മീറ്റിംഗില്? ഞാനുണ്ട്, പക്ഷെ ഞാനിതൊന്നും പഠിച്ച ആളല്ല കേട്ടോ. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. അല്ല, ഇവിടെ ഉണ്ടായാൽ മതി. കുറെ എക്സ്പ്ലോർ ചെയ്യേണ്ട തീംസ് ഉണ്ട്. നമ്മള് മുസ്ലിങ്ങൾ എന്ന രീതിയിൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം സംഗതികള് എന്നാ എന്റെ ഒരു സംഗതികള്. കാരണം നമുക്ക് വെറുതെ ഒരു വാല് തൂങ്ങിയിട്ടുള്ള ഒരു റിസർച്ച് നടത്തുന്നതിൽ കാര്യമൊന്നുമില്ല. കുറെ കൂടിയൊക്കെ ഫണ്ടമെന്റൽ ആയ സംഗതികള് ഇതാവുമ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും നമ്മളുടെ ട്രഡീഷനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഖുർആനായിട്ടും. ഉദാഹരണത്തിന് ഇന്ന് ഞാൻ പിന്നെ പറഞ്ഞതിലുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു ഇന്റലിജൻസിനെ കുറിച്ച്, ഒരു ടീലിയോളജിക്കലായ ഒരു പെർസ്പെക്റ്റീവിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അത് നമ്മളുടെ ഖുർആനിന്റെ ഒരു സംഗതിയായിട്ട് ഒത്തുവരുന്ന ഒരു കാര്യമല്ലേ? നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഹൗ എന്നതോടൊപ്പം തന്നെ വൈ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്തിന് ഇങ്ങനെ ഉണ്ടായി എന്ന ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ കോംപ്ലക്സിറ്റിനെ നമ്മള് പിന്നെ അഭിമുഖീകരിക്കുമ്പോൾ കോംപ്ലക്സിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല മോഡേൺ സയൻസ് വെച്ചിട്ട്. പരസ്പരം കുറെ കാര്യങ്ങൾ കൂടി ചേരുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഒരു അവസ്ഥയാണ് ഈ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. കോംപ്ലക്സിറ്റി വൺ ഓഫ് ദ മോസ്റ്റ് അബ്സ്ട്രൂസ് ആയ ഒരു ഡൊമൈൻസ് ആണ് നമ്മുടെ മോഡേൺ സയൻസിന്. അപ്പൊ അത് പിന്നെ ചിലപ്പോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീലിയോളജിക്കലായ ഒരു വ്യൂ പോയിന്റ്, അതായത് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില എന്നൊക്കെ പറയുന്ന ആ ഒരു വ്യൂ പോയിന്റിലൂടെ നമ്മൾ വീണ്ടും റീ എക്സാമിൻ ചെയ്യുമ്പോൾ ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് ശാസ്ത്രത്തില്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ. ഇതാണ് ഇന്നിപ്പോ നമ്മള് മുമ്പിലുള്ള ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ പിന്നെ എന്താണ് ആസ്ട്രോണമി, മാത്തമെറ്റിക്കൽ ആസ്ട്രോണമി ഉണ്ടല്ലോ. മാത്തമെറ്റിക്കൽ ആസ്ട്രോണമി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് യഥാർത്ഥത്തില് ജിയോമെട്രിയിലൂടെ, ഈ ഒരു ടീലിയോളജിക്കൽ വ്യൂ പോയിന്റിലൂടെ കാര്യങ്ങൾ കാണുന്നതിലൂടെയാണ്. അതില്ലെങ്കിൽ ഒരിക്കലും തന്നെ എന്താണ് മാത്തമെറ്റിക്കലൈസേഷൻ സാധ്യമല്ല ജിയോമെട്രി പിന്നെ ആസ്ട്രോണമിയുടെ ഒക്കെ തന്നെ. നമുക്ക് ഇൻഷാ അല്ലാഹ് കെപ്ലറെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും, ഇസ്ലാമിന്റെ ട്രഡീഷൻ വായിക്കുമ്പോൾ. ഒരു സംശയമല്ല, ഇവിടെ നമ്മള് ഗ്രീക്ക് തത്വചിന്തയൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ടെലിയോളജിക്കൽ ആയിട്ടുള്ള അവരുടെ ആർഗ്യുമെന്റ്സ്, അല്ലെങ്കിൽ അതാണ് അത്തരം തത്വചിന്തയുടെ അടിസ്ഥാനം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഒരു പ്രശ്നം, അതായത് നേരത്തെ പറഞ്ഞ ഒരു ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ മോഡേൺ സയൻസിൽ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ള ഒരു സംഭവമുണ്ട്. അതോടൊപ്പം തന്നെ മോഡേൺ തത്വചിന്തയിൽ തന്നെ ഇപ്പം പലരും ഇപ്പം അഗസ്റ്റ് കംറ്റെ പറയുന്ന പോലെ 3 സ്റ്റേജസ്, അതായത് ഒന്ന് തിയോളജിക്കൽ സ്റ്റേജ്, പിന്നെ മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പിന്നെ പോസിറ്റീവ് സ്റ്റേജ് എന്നൊക്കെ പറയുന്നു. അതായത് ഈ ഒരു സയൻസിന്റെ ചരിത്രം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ മെറ്റാഫിസിക്കലിനെയും തിയോളജിക്കലിനെയും പുറന്തള്ളിക്കൊണ്ട് രൂപപ്പെട്ട യഥാർത്ഥമായ ഒന്നാണ് ശാസ്ത്രം എന്നുള്ള ഒരു പൊതുധാരണയാണ് പൊതുവെ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഗ്രീക്ക് തത്വചിന്തയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പഴയ വേറൊരു ഇസ്ലാമിക തത്വത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനപ്പുറം ഈ ഒരു വാദത്തിനെതിരെയൊക്കെ ഒരുപാട് തെളിവുകൾ എനിക്ക് പറയാനുണ്ടാവും. പക്ഷെ എന്താണ് സാഹിബിന് അതിന് പറയാനുള്ളത്? അപ്പൊ ഈ ഇങ്ങനെ ഒരു വാദഗതിയാണല്ലോ പൊതുവെ ശാസ്ത്രത്തിന്റെ ഇന്നത്തെ ഒരു അപ്രമാദ സ്ഥാനത്തിന് തന്നെ നിദാനമായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന വാദങ്ങൾ അങ്ങനെ അത്തരത്തിലാണല്ലോ പോകുന്നത്. അതെ അതെ അതെ, അത് പിന്നെ ശരിയാണ്. നമ്മള് പക്ഷേ കൂടുതൽ നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു വെക്കുക. ഞാനൊരു ആശയങ്ങൾ മുമ്പിൽ വെക്കാണ്. ഒരു 4 എലിമെന്റ്സ് അല്ലെങ്കിൽ ഒരു 4 ഹ്യൂമേഴ്സ് എന്നൊക്കെ രീതിയിലുള്ള ഒരു ആശയമുണ്ട്. എയർ, വാട്ടർ, ഫയർ എന്നൊക്കെ പറയുമ്പോൾ ഈ സാധനത്തിനെല്ലാം ഒരു ക്വാളിറ്റേറ്റീവായ ഒരു സെൻസ് ഉണ്ട് സാധനം. അത് തന്നെ 10 ആറ്റംസ് ഉപയോഗിച്ചുകൊണ്ടുണ്ടായ ഒരു മൂലകം, 20 ആറ്റംസ് ഉപയോഗിച്ചുകൊണ്ടുണ്ടായ മൂലകം. ഈ ഒരു ആറ്റം എന്ന് പറഞ്ഞാല് അതിൽ ഇത്ര ഇലക്ട്രോൺ ഉണ്ട്, ആ ഇലക്ട്രോണിന്റെ ഉള്ളിൽ ഇത്ര കോർക്ക് ഉണ്ടെന്നൊക്കെ രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു സബാറ്റമിക് ആയ പിന്നെ ഡൊമൈനിലൊക്കെ ഇങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തു പോകുന്ന ഒരു സയൻസ് ഉണ്ട്. സബാറ്റമിക്കിൽ പോകണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എത്രത്തോളം ആ ഒരർത്ഥത്തില് മൈക്രോസ്കോപ്പിക് ഇതിലേക്ക് പോകുന്നു, അത്രത്തോളം ഒരർത്ഥത്തിൽ ഒരു മീനിങ് ഇല്ലാത്ത കുറെ സാധനങ്ങളല്ലേ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. എന്താണ് നമ്മളൊരു കോർക്ക് എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷെ എന്താണ് ഇതിനൊരു ക്വാളിറ്റി?
വെള്ളത്തിനോ തീക്കോ ഉള്ളത് പോലെ എന്തൊരു ക്വാളിറ്റിയാണ് അതിനുള്ളത്. ഞാൻ പറഞ്ഞത് പോണ്ട എന്നുള്ളതല്ല, പക്ഷെ ഒരു അർത്ഥത്തില് ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായും നഷ്ടപ്പെട്ട സംഗതികളിലേക്കാണല്ലോ നമ്മളുടെ ഈ ഒരു എവല്യൂഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് റെനെ ഗനോണൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ക്വാളിറ്റിയിൽ നിന്ന് ക്വാണ്ടിറ്റിയിലേക്ക് മാത്രമായിട്ടുള്ള ഒരു ചലനമായിട്ട് ഇത് മാറുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമില്ലേ? ഒരു നിഹിലിസവും ഒരു ഫ്യൂട്ടിലിറ്റിയും ഒരു ലോസ് ഓഫ് മീനിങ് ഒക്കെ ഇത് സൃഷ്ടിക്കുന്നില്ല ഈ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. നിഹിലിസം സൃഷ്ടിക്കുന്നുണ്ട്, ഈ ഒരു മീനിങ് ഇല്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവിക, അതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളെ എഗ്രി ചെയ്യുന്നതായിരിക്കുമല്ലോ. അതായത് 20ാം നൂറ്റാണ്ടിലെ തത്വചിന്ത എല്ലാം തന്നെ ഇപ്പം നിഹിലിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നീഷയൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു വികാസം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ശാസ്ത്രം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു ധാരയിൽ ഇങ്ങനെ എന്താ പറയാ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ മറ്റൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും രണ്ട് ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ. അല്ല, അങ്ങനെ ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ദർശനം അല്ലെങ്കിൽ ഒരു ചിന്ത ഉടലെടുക്കുന്നതിന്റെ ഒരു സാധ്യത പോലും ഞാൻ കാണുന്നില്ല. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. ഞാൻ ഈ സംഗതി വന്നല്ലോ, അതായത് നമ്മളുടെ ഈ കൊറോണ വന്നല്ലോ, കോവിഡ്-19 എന്ന് പറഞ്ഞ രോഗമില്ലേ, അത് വന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ ശരിക്കും ഇങ്ങനെ ചിന്തിക്കുകയാണ്, മൊത്തത്തില് കുറച്ച് വൈറസുകൾ ഈ രോഗം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നൊരവസ്ഥ ഉണ്ടല്ലോ. പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഫിനോമിന. എങ്ങനെയാണ് ഈ രോഗം വരുന്നത് എന്നതിനൊന്നും ഒരു കഥയൊന്നും ഇല്ല. യഥാർത്ഥം ഇപ്പൊ എന്റെ റൂംമേറ്റ്, എന്റെ കൂടെ താമസിക്കുന്ന ആൾക്ക് രോഗം വന്നിരുന്നു, എനിക്ക് വന്നില്ല. ഞാൻ അയാളുടെ കൂടെ ഒരേ പ്ലേറ്റിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. അയാൾക്ക് രോഗം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അത് കൂടുതൽ അങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ യഥാർത്ഥം ഇപ്പൊ ഞാൻ എന്നൊരു കുറെ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചത്, എങ്ങനെയാണ് ഈ രോഗം വരുന്നത്, എന്താണ് ഇതിന്റെ സംഗതി, വൈറസ് അത് ഇത് മൊത്തം നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസിന് മാത്രമായിട്ട് അതിന് ഉത്തരം നൽകാൻ പറ്റുന്നില്ല. അതിലേക്ക് വേറെ പല ശാസ്ത്രങ്ങളും കൂടി ചേർന്ന് എന്നാലും മാത്രമേ ഈ ഇതിനെ കുറിച്ചിട്ടും ഈ രോഗം വരുന്നതിനെ കുറിച്ചിട്ടും പകരുന്നതിനെ കുറിച്ചിട്ടും പല സോഷ്യൽ സയൻസസും എല്ലാം അതിലേക്ക് ചേരണം, മറ്റേതാണ് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് 100,000 വാദങ്ങളൊക്കെ പറയാം. ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ സംഭവം എന്ന് പറഞ്ഞാല് ഈ ഒരു ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയില്ല. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ബയോളജി പഠിക്കുന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിനെ കുറിച്ചിട്ട് പിന്നെ മോഡേൺ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഹ്യൂമർ കൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്നത് ഗാലൻ അല്ലേ? ഗാലനാണ്. ഇപ്പൊ മോഡേൺ സയൻസിൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അതിന്റെ രസം എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ രോഗത്തിന്റെ പ്രതിരോധത്തെയും എല്ലാം തന്നെ ഇന്നത്തെ മോഡേൺ മെഡിസിന്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് അത് സെൽസ് വെച്ചുകൊണ്ടാണല്ലോ, കോശങ്ങള്, അത് ആറ്റമിക് ആയ സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ആറ്റമിക് എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥത്തിലല്ല, ഒരു ഫണ്ടമെന്റൽ എലിമെന്റൽ ആ അർത്ഥത്തിൽ പറയാണ്. ആ സംഗതികൾ വെച്ചിട്ട് രോഗത്തെ, വൈറസ്, പിന്നെന്താണ് രോഗത്തിന്റെ പ്രതിരോധത്തെ, അതൊക്കെ തന്നെ ഒരു സെല്ലുലർ ലെവലിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സന്ദർഭത്തിൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര വലിയ റിസർച്ച് ഏരിയയും കൂടിയാണ് ഈ മോഡേൺ സയൻസിലുള്ളത്. ഹ്യൂമേഴ്സ്, അതായത് ഹ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്സ് എന്നാണ് ഹ്യൂമേഴ്സ് എന്ന വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന സംഗതി. സെല്ലുകളല്ല, സെല്ലുകളെല്ലാം തന്നെ ഒരുതരം ഫ്ലൂയിഡില് ഇംബെഡഡ് ആയി കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ ഇതേ ഹ്യൂമേഴ്സിനെ കുറിച്ചുള്ള ആശയം തന്നെയല്ലേ ട്രഡീഷണൽ മെഡിസിൻ മുന്നോട്ട് വെച്ചത്. 4 തരം ഹ്യൂമേഴ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അതൊരു സെല്ലുലർ കൺസെപ്റ്റ് അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞാല് എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും റീവിസിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഓരോ ഗതികേടിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, പല കാര്യങ്ങളും. ഇപ്പൊ ക്വാണ്ടം ഫിസിക്സിൽ ഇപ്പൊ പ്ലാറ്റോണിക് സോളിഡ്സ്, നമ്മളിന്ന് പ്ലാറ്റോണിക് സോളിഡ്സിനെ കുറിച്ച് പറഞ്ഞില്ല. ക്വാണ്ടം ഫിസിക്സിൽ എന്താണ് ഈ ബെൽസ് തിയറോ മറ്റേതൊക്കെ അതിൽ ബന്ധപ്പെട്ട് പ്ലാറ്റോണിക് സോളിഡ്സിനെയൊക്കെ ബന്ധിപ്പിച്ചിട്ടൊക്കെ റിസർച്ച് നടത്താനുള്ള ശ്രമങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പിന്നെ ഒരിക്കലും എന്താണ് ഏതോ ഒരർത്ഥത്തില് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ കോലംകെട്ട രീതിയിലൊക്കെ തന്നെ പഴയ ആശയങ്ങളെ വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്തിട്ടാണ് പുതിയതായ പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ വികലമായി ഉണ്ടാകുന്നതും ഉണ്ടാവും, അല്ലാത്തതൊക്കെ ഉണ്ടായിത്തീരും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് പിന്നെ പഴയ സംഗതികളെ ഒഴിവാക്കി കൊണ്ടുള്ള ഒരു ഷാഢ്യത്തിന്റെ ആവശ്യമൊന്നും നമുക്കില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്.
അല്ല, അങ്ങനെ ഒരു ശാഠ്യമൊന്നും ഇല്ല. ഞാൻ ചോദിച്ച ചോദ്യം അങ്ങനെ അതല്ല. നമ്മൾ ഈ മോഡേൺ ശാസ്ത്രത്തിന്റെ ഈ അപ്രമാദവാദത്തിനെതിരെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതായത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നിരവധിയുണ്ട്. അതായത് അതിന്റെ അന്വേഷണ മേഖല എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു രീതിയിലാണ്. അതേപോലെ നമ്മുടെ എന്താ പറയുക, കോൺഷ്യസ്നെസ്സിനെ പരിപൂർണമായിട്ട് പുറത്തു നിർത്തുന്ന രണ്ട് എന്താ പറയാ, ഇപ്പം എന്താ പറയാ, സെൽഫ്, അതായത് വേൾഡ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള വാദം തൊട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവാനും ഉണ്ടെങ്കിൽ അതിന് ആൻസർ കിട്ടാനും കൂടെ വേണ്ടി. കാരണം നമ്മൾ ഈ പഴയ തത്വചിന്തകളൊക്കെ പറയുമ്പോൾ ആളുകൾ ഒരുപക്ഷെ എന്താ പറയാ, ഇപ്പൊ ഉദാഹരണത്തിന് വിചാരിക്കും എന്തിനാണ് നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നത്, ഇതൊക്കെ ഒരു പക്ഷേ എന്താ പറയാ ഉപേക്ഷിക്കപ്പെട്ട വാദഗതികളല്ലേ എന്ന് ചില ആളുകളെങ്കിലും ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ സയൻസിലെ റെവല്യൂഷൻസ് ഓഫ് സയൻസ് എഴുതിയ ആളുടെ പേരെന്തായിരുന്നു? അത് തോമസ് കൂണ. തോമസ് കുൺ. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ അത് എഴുതാൻ. പഴയകാലത്ത് അരിസ്റ്റോട്ടലിന്റെ ആദ്യം വായിച്ചപ്പോ ഞാൻ വിചാരിച്ചു അരിസ്റ്റോട്ടിൽ പറയുന്നത് എന്ത് മണ്ടത്തരമാണ്, എന്തിനാണ് ഇത്രയും കാലം അരിസ്റ്റോട്ടലിനെ എല്ലാവരും പുകഴ്ത്തുന്നത് എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ തികച്ചും മറ്റൊരു പരിവേഷത്തിൽ നിന്നും അവർ വേറെ പരിവേഷത്തിൽ നിന്നുമാണ് ചിന്തിക്കുന്നത് എന്നുള്ള പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് പിന്നീടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മളും ഈ പറയുന്ന പഴയ കാലത്തെ തത്വചിന്തകളും ഒക്കെ തന്നെ അവരുടേതായ പരിവേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ആധുനിക ശാസ്ത്രത്തിലേക്ക് എത്തുമ്പോഴേ ഉള്ളൂ നമുക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് ശാസ്ത്രത്തിനെ കുറിച്ച് കിട്ടുള്ളൂ എന്നുള്ളത് സത്യം തന്നെയാണ്. അത് നമുക്ക് ഈ സയൻസിനെ പഠിപ്പിക്കുന്ന രീതി ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ബാക്കിയുള്ളവരെല്ലാം എത്തിയില്ലെങ്കിലും നമ്മളെ മുസ്ലിം സർക്കിളിൽ ഉള്ളിൽ ഒരു മീനിങ് പർപ്പസ് ഒക്കെ വെച്ചിട്ടുള്ള രീതിയിൽ സയൻസ് പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചിന്തിക്കാൻ പറ്റും നമുക്ക്. പ്രത്യേകിച്ച് ഇപ്പോൾ ഖുറാനിലൊക്കെ നമ്മൾ ഒരു പ്രതിഭാസങ്ങളൊക്കെ പറയുമ്പോൾ അത് അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്തിട്ടും അതിന്റെ ഒരു പർപ്പസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ കന്നുകാലികളാണെങ്കിൽ അത് ഈ പർപ്പസിനാണ് അള്ളാഹു ഉണ്ടാക്കിയിട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട്. അതുപോലെ വസ്ത്രം അത് ഈ പർപ്പസിനാണ് അള്ളാഹു തന്നതാണ്. അങ്ങനെല്ലാം അള്ളാഹിലേക്കും അതിന്റെ പർപ്പസിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ആ രീതിയിൽ സയൻസിനെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്നത് എന്താണ്? നമ്മൾ ആദ്യം എന്താ പറയുക, എന്റെ ഒരു സംഘം തന്നെ കഴിഞ്ഞാല് ഈ ഒരു പെർസ്പെക്റ്റീവിൽ ആദ്യം പഠിക്കുന്ന ആളുകൾ ഉണ്ടാവുക. നമുക്കിതൊരു സപ്ലിമെന്ററി സ്വഭാവത്തിലേ ഇപ്പം കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഈ കാര്യത്തെ. അല്ലാതെ ഒരു മേജർ റിസർച്ച് പ്രൊജക്ട് എന്ന രീതിയിൽ വലിയ പദ്ധതികളായിട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പ്രയാസമുണ്ട്. നമുക്ക് ചില ആളുകൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ആഴത്തിൽ ഇത് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത സംഗതികൾ നമ്മളുടെ പല യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലൊക്കെ കുട്ടികൾ എന്താണ് പല ഏരിയാസിൽ പഠിക്കുകയും റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ അത്തരം കാര്യങ്ങളൊന്നും ഡിസ്റപ്റ്റ് ചെയ്യാതെ സപ്ലിമെന്റൽ ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, പിന്നെ ഇത്തരം കാര്യങ്ങൾ ആളുകളുടെ കൂടെ ഡിസ്കസ് ചെയ്യുക, അങ്ങനത്തെ സർക്കിൾസ് ഒക്കെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നൊരു പ്രായോഗികമായ ഒരു മെത്തേഡായിട്ട് ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ആ സമയത്ത് തന്നെ ഒരു കോർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, ഒരു കോർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിൽ സീരിയസ് ആയിട്ട് പഠിക്കാവുന്ന കുറെ ഡയറക്ഷൻസ് ഉണ്ട്. ഞാൻ ഇന്നലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞൊരു സംഗതിയാണ് അതാണ്. നമുക്ക് അങ്ങനത്തെ ചില കാര്യങ്ങൾ പിന്നെ തീർച്ചയായിട്ടും എന്താണ് ഒരു കോറായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് അത്തരം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. കാരണം ഒന്നാമത് പ്രത്യേകിച്ചിട്ട് ഒരു മോഡേൺ ആയ സയൻസിലും ഇതിലൊക്കെ തന്നെ മാസ്റ്ററി നേടിയ പലപ്പോഴും PhD ഒക്കെ കഴിഞ്ഞ ആളുകളുണ്ടാവും, മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആളുകളെ സംഭവത്തിൽ എന്താണ് അവർക്ക് പിന്നെ അങ്ങനത്തെ ചില ഡയറക്ഷൻസുള്ള എക്സ്പ്ലോറേഷൻസ് നടത്താവുന്നതാണ്. അത് നമ്മളെ വളരെ ഫണ്ടമെന്റലായി പഠിച്ചു വരുന്ന കുട്ടികളുണ്ടല്ലോ, കുട്ടികളെ മറ്റൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഒരു മെച്ചുവറായ ഒരു അവസ്ഥയൊന്നും നമ്മൾ ഇതിൽ എത്തിയിട്ടില്ലല്ലോ. നമ്മൾ പോലെ ഇപ്പൊ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. നമുക്ക് ഇനിയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും ഈ വിഷയത്തിൽ. എന്താ പറഞ്ഞ അപ്പൊ അതുകൊണ്ട് ഒരു മെയിൻ ബോഡി ഓഫ് കോഴ്സ് ആയിട്ടല്ല, സപ്ലിമെന്റൽ ആയിട്ട് നമ്മൾക്ക് പിന്നെ പഠിച്ചതും മനസ്സിലാക്കിയതും ബോധ്യം വന്നതായ കാര്യങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് സയൻസ് ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിനോട്
അല്ല, ഞാൻ ചോദിച്ചാൽ ഇപ്പൊ നമ്മള് മദർസയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതുപോലെ നമ്മൾ ഈ സ്കൂളിൽ ഇങ്ങനെ സെക്കുലർ ആയിട്ട് പഠിപ്പിക്കുന്ന സയൻസിന് ഒരു ഇസ്ലാമിക് ആയിട്ട് അവരും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പലരെയും സംശയങ്ങൾ പെട്ടെന്ന് മാറുമെന്ന് എനിക്ക് തോന്നി. ആ ഞാൻ രീതിയിലാണ് ചോദിക്കുന്നത് അതല്ല, അത് പറ്റിയ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ അത് ശരിയാണ്. അതുപോലെ ഇതിപ്പോ നമ്മൾ അങ്ങനെ സംഗതി തുടങ്ങിയിട്ട് ഇത് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരെ കയ്യിലൂടെ ഇത് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ വേറെ കുറെ വിപരീത ഫലങ്ങൾ ഉണ്ടാവില്ലേ? ശരിയാണ് ശരിയാണ്. കലാമും ആറ്റമിക്സ് ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലൊക്കെ എന്തെങ്കിലും അടുത്ത ആഴ്ച പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാ? ഹിഷാമിന് തുടങ്ങി നോക്കി കൂടെ ഹിഷാമെ? ഇല്ല, എനിക്ക് ഈ വിഷയത്തിൽ വലിയ വിവരമൊന്നുമില്ല. തോട്ട്സ് ഒന്ന് അവതരിപ്പിച്ചാൽ മതി. ഇവിടെ ഇവരെല്ലാം ആൾക്കാരെ കൂടെ ഉണ്ടല്ലോ, ഹാസിമും ഒക്കെ. കറക്റ്റ് തോട്ട്സ് ഒന്നും ഇപ്പൊ എനിക്കില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് അവിടെയൊക്കെ പറയുന്നുള്ളൂ. ഒരു 20 മിനിറ്റ് നമ്മളെല്ലാവരും തുടക്കക്കാരൊക്കെയാണ്. ആളുകളെ വലിയ ഭയങ്കര ആൾക്കാരൊന്നും കുറച്ചു കാലം കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പൊ ആസിം ഭായി എന്താ പറയുന്നത്? ചെയ്യാവുന്നുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ അവിടം വരെ എത്തിയിട്ട് അല്ല, നമ്മൾ ഈ ഗ്രീക്ക് തത്വത്തിന്റെ കഴിഞ്ഞിട്ട് അത് തുടങ്ങിയാൽ പോരെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. ചെയ്യുന്നതിന് കുഴപ്പമൊന്നും. ഇസ്ലാമിക ചിന്തയിൽ എത്തിയതിനു ശേഷം പോരെ? അതിപ്പം എന്താണ് എല്ലാവരും അഭിപ്രായം? അത് ഹാസിം പറഞ്ഞതാണ് ശരിയെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാനൊക്കെ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ പോകുന്ന അതേ വഴിയിലൂടെയാണ് പോകുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് യാതൊരു ഇതുമില്ല. വാട്സപ്പിലെ ഡിസ്കഷൻസ് പോലെ പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റില്ല. അതല്ലേ തഫ്സീർ സാഹിബ് കുറച്ചുകൂടി നല്ലത്? അതെ അതെ അതെ, കുഴപ്പമില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് തുടരാം ഇതേപോലെ. ആയിക്കോട്ടെ, നമുക്ക് പിരിയാല, വേറെ ഒന്നും ഇല്ലല്ലോ. ഇല്ല, വേറെ ആർക്കും ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ സമയമായി, നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. ബാക്കി ചർച്ച നമുക്ക് വാട്സപ്പിലൂടെ കണ്ടിന്യൂ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സാലിഹായ കർമ്മമായി സ്വീകരിക്കട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും ഇതിനെ ആഫിയായ ഇൽമാക്കി തരുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. വഅലൈക്കും അസ്സലാം.